ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബി നിലവറയിലേക്കാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക അതെന്താണെന്ന്. ജിബിക്കാണെങ്കിൽ ഇന്ന് BDF കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. കൊല്ലം ആശ്രമ മൈതാനത്ത് വന്ന പുതിയൊരു കഫേയാണിത്, ബി നിലവറ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് തന്നെ ഒന്ന് പോയി നോക്കാമെന്ന്. ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒരു ട്രഡീഷണൽ ടച്ചാണ് എല്ലാത്തിലുള്ളത്. അവിടെ ഒരു മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ടാവും, ഒരു കർണാട്ടിക് അങ്ങനത്തെ പോലത്തെ ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ദ തിങ് ഈസ് അവരുടെ മെനു ഐറ്റംസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. അങ്ങനെ കുറേയൊന്നും ഇല്ല. അങ്ങനെ ജിബി ആണെങ്കിൽ ഒരു ബൺ പറാത്ത, പിന്നെ ആസ് യൂഷ്വൽ BDFനാണല്ലോ പോയത്, അത് ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മട്ടൻ്റെ ഗ്രേവിയും അല്ലാണ്ടൊരു ഗ്രേവിയും വരുന്നുണ്ട്. ബൺ പറാത്തതിനെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ഓയിലിയാണ് സംഭവം, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുരിഞ്ഞ് ആ ഒരു കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ആക്ച്വലി എനിക്ക് കഴിച്ചുകൂടാത്തതുകൊണ്ട് ഞാനതൊന്ന് ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും അത്യാവശ്യം കൊള്ളാം, പക്ഷേ നമ്മൾ നോർമലി കഴിക്കുന്ന BDFൻ്റെ അത്ര കൊള്ളില്ല എന്നാണ് ജിബിയുടെ അഭിപ്രായം. ഞാൻ കൊത്തു പൊറോട്ടയാണ് പറഞ്ഞത്, അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങളാണെങ്കിൽ കൊല്ലം ബസ് സ്റ്റാൻഡ് വഴിയാണ് തിരിച്ചു വന്നത്. അവിടെ ഇപ്പോൾ ഈ ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ വേറൊരു വൈബാണ്. സൈഡിലൊക്കെ KSRTCs ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ്സൊക്കെ ഇപ്പോൾ വെച്ചാണോ അതേ മുന്നേ ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവമെല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊല്ലം നൈറ്റ് ലൈഫ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് ഈ ചെസ് കളി എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും അവിടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടു. ഞാൻ ഓരോ ഡൗട്ട്സ് വരുമ്പോൾ ജിബിയോട് ചോദിക്കും, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉറക്കം വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി.